ഗൈസ് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടാ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മുംസ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, ഞാനിപ്പം ഒരു K2K റൈഡിലാണ്. കേരള ടു കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക്, അങ്ങനെ ഉംലെങ്കില, കർത്തുങ്കില, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ റൈഡ് തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡൽഹി ത്രൂ നേരെ കർണാൽ, ഹരിയാന കർണാൽ എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളെ പൊന്നുപോലെ നോക്കി നമ്മൾ സഹിച്ച ജോബിൻ ബ്രോയ്ക്കും ഇവിടെയുള്ള അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ പോയേക്കുക, ഇനി നമുക്ക് കാണാം. ഓക്കെ, ഇനിയും കാണാം. അങ്ങനെ ഒന്നും കൂടി നമ്മൾ ഈ ഒരു ധർമ്മജ്യോതി വിദ്യാപീഠിൻ്റെ അടുത്ത് യാത്ര പറയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വരാനും ഇവരെയൊക്കെ പരിചയപ്പെടാനും ഇവിടെ വന്ന് ഇവരുടെ ആതിഥ്യം സ്വീകരിക്കാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗൈസ് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ തിരക്കിൽ നമ്മൾ പെട്ട് തുടങ്ങാൻ പോകുന്നു. ഓഫീസ് ടൈം ആകുമ്പോഴത്തേക്കും നല്ല റഷായിരിക്കും ഈ റോഡുകളിലെല്ലാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്താറായിട്ടാ. ഇനി വെറും 2.6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വരുന്ന സമയങ്ങളിലെല്ലാം, അതായത് ദില്ലിയിലുള്ള സമയത്തെല്ലാം ഈ ഒരു ഇന്ത്യ ഗേറ്റ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ടൈം ഇതിൻ്റെ ചുറ്റും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ഇന്ത്യ ഗേറ്റ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് എവിടെയാണോ എന്തോ, ഇവിടെ എവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് പാർക്കിംഗ് വരുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കൈവരി അല്ല, ഈ നടവഴി നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോയ്ക്ക് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റോഡിനപ്പുറത്താണ് കേട്ടോ. നമുക്ക് ഈ ഒരു പാർക്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പിള്ളേരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അവരൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുൾ തിരക്കായിരിക്കും അപ്പുറത്തൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് അടുത്ത് നമ്മൾ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ റൈഡ് വന്ന സമയത്ത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലായിരുന്നു ഒരു 2-3 ദിവസമൊക്കെ താമസിച്ചത്, ഞാനും മേഘനാഥും കൂടിയൊക്കെ. അപ്പം ഇപ്പോൾ സിദ്ധാർത്ഥിന് ഒന്ന് വിളിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാൻ കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സിദ്ധാർത്ഥിൻ്റെ ട്രാവൻകൂർ ഹൗസിലെത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ജയ്. ഇവിടെ ഡോർമെട്രി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് കേരള ഹൗസിൻ്റെ ഭാഗമായിട്ടുള്ള ഡോർമെട്രിയാണ്. നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് താമസിക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മളിനി തിരിച്ച് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റേ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സതീർത്തിൻ്റെ വൈഫും. നമ്മളിവിടെ വന്ന് കേരള ഫുഡൊക്കെ കഴിച്ച് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പം മിഷാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയതുപോലെ അവന് കുറച്ച് ലൂസായിട്ടൊരു മോശം വന്നു തുടങ്ങി. അങ്ങനെ കണ്ട ബാത്റൂമൊക്കെ നമ്മളിപ്പം റിവ്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? 3 മാസമായി. 3 മാസമായിട്ട് ഇവരിപ്പോൾ ഇവിടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നും കൂടെ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കാണാം. ഞാൻ വിളിച്ച് പറയാൻ വരുന്നതിന് മുന്നേ. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് 2-3 ബെഡ് സ്പേസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നിൽക്കാം. ഇനി അടുത്ത് പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ രാഹുലിൻ്റെ ബൈക്കിനുള്ള കുറച്ച് സ്പെയർ വാങ്ങിക്കാനുണ്ട്. വിശാലിൻ്റെ ബൈക്കിനും സ്പെയർ വാങ്ങിക്കണം. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ടോയ്ലറ്റും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യണം. നമുക്ക് പോകണം. അപ്പോൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ കുറേ നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ റോയൽ എൻഫീൽഡ് ഷോറൂം കണ്ടെത്തിയാട്ടാ. നമ്മൾ നേരെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാനാട്ടാ. അവിടെ സ്പെയർ കിട്ടുമെന്ന് എങ്ങനെ ചോദിക്കും? किधर मिलेगा? हमको एक बाइक का ब्रेक पैड चाहिए और हाँ, कितना दूर है इधर से? എന്ന് സർവീസൊന്നും ഒരാരും മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. വല്ലാത്ത ജാതി. സ്മെറ്റായിക്കരുത് സർവീസ് സെൻ്റർക്ക് ഒരാരും മനുഷ്യരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു.
ഗൈസ് അങ്ങനെ മറ്റൊരു സർവീസ് സെൻറ്ററിൽ വന്നിട്ട് നമ്മുടെ ഹിമാലയൻ 450യുടെ റിയർ ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3300 രൂപയാണ് ഗൈസ് റിയർ ബ്രേക്ക് പാഡ്. അപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആരും ബ്രേക്ക് ഔട്ടരുത്. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് തീരും. ബ്രേക്ക് പാഡ് തീർന്നു കഴിഞ്ഞാൽ 3300 രൂപ വേണ്ടി വരും. എന്ത് എക്സ്പെൻസീവായ ബ്രേക്ക് പാഡാണ്. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് 650യിൽ വരുന്ന ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ റേറ്റും 2500 രൂപയാണ് കേട്ടോ. സ്റ്റോക്ക് സാധനത്തിൻ്റെ റേറ്റ് വരുന്നത്. അതിലൊരു സ്റ്റീൽ ക്ലിപ്പില്ല. ആ ഒരു ക്ലിപ്പ് നമ്മൾ ഈ ഒരു പഴയ ബ്രേക്ക് പാഡിൽ നിന്ന് ഇളക്കി അതിലോട്ട് ഇടാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷോറൂമിൽ ചോദിച്ചിട്ട് ഷോറൂമിലെ മെക്കാനിക്ക് തന്നെ അങ്ങനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു 650യുടെ ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി നമ്മളെ റൈഡ് നേരെ ഒരു മോട്ടോ ഗിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. ഹരിയാന പോകുന്ന റൂട്ടിലാണ്. അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ കിട്ടും. അതായത് ഫസ്റ്റ് കോപ്പിയാണെന്ന് തോന്നുന്നു. ആൽപൈൻ സ്റ്റാറിൻ്റെയും ഡൈനീസിൻ്റെയൊക്കെ ജാക്കറ്റും റൈഡിങ് ഗിയേഴ്സൊക്കെ വെറും 3000-2000 രൂപയ്ക്കൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ജിജിൻ ബ്രോ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാൻ ഉപകാരപ്പെടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതും എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാവേ. ഹായ്, ഇതോ ഒരു ട്രെയിൻ നിർത്തിയിട്ടെങ്ങനെ ഉണ്ടോ? സെറ്റപ്പ് അല്ലേ? നമ്മളെ ഡൽഹി സ്റ്റേഷൻ, ഓൾഡ് ഡൽഹി സ്റ്റേഷൻ ആ ഒരു സൈഡിലാണ്. അവിടത്തേക്കുള്ള ട്രെയിനാണെന്നൊന്ന് നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലമാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വൈഫും സിദ്ധാർത്ഥൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരാളുടെ കംപ്ലീറ്റ് സാധനങ്ങളും അയാൾ നല്ലതുപോലെ സൂക്ഷിച്ചാലും അടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ടീമുകളാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ, അതായത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പെടുന്നൊരു ഗ്യാങ്ങാണ് ഇവിടെ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ മൊബൈൽ ഫോണാണ് അവർ മെയിൻലി നോക്കുന്നത്. അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ, പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മേത്തുനിന്ന് തട്ടിയിട്ട് മറ്റേ മെജീഷ്യനെ പോലെ വന്ന് പോക്കറ്റ് അടിച്ചിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഈ അടിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിന് ചോർ ബസാറിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അത് ചിലപ്പോൾ നമ്മളത് തന്നെ ചിലപ്പം അവിടെ ഉണ്ടാവും. നമ്മൾ നഷ്ടപ്പെട്ട സാധനം അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനോ പറ്റും കേട്ടോ. കൂടുതലും ഈ മൊബൈൽ ഫോണൊക്കെ എടുത്ത് അവർ യൂസ് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. അത് പൊളിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന സ്പെയർ എടുത്ത് മറ്റ് ഫോണുകളിലൊക്കെ വെക്കാനും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്താണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏതോ ഒരു നദിയാണ് കേട്ടോ പുഴുത്ത് നാറുന്നു. ഇവിടെയൊക്കെ ഈ നദി എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് വേസ്റ്റ് ഒഴുക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ കാണുന്നത്. അതിലിപ്പോൾ വെള്ളമല്ല ഒഴുകുന്നത്, വിഷമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നാറ്റമെന്നറിയാം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ആൾക്കാരിങ്ങനെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകണത്. നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയും, ബാക്കിയുള്ളവർക്ക് അതൊക്കെ ശീലമായിട്ടുണ്ടാവും അല്ലേ. വീണ്ടും നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് ആ ഒരു ചീപ്പ് റേറ്റിന് നമുക്ക് റൈഡിങ് ഗിയേഴ്സ് കിട്ടുന്ന ഷോപ്പ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ജിജിൻ കണ്ടത് കേട്ടോ. അപ്പം ജിജിനൊക്കെ ഇവിടെ എത്തിയോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അറൈവ്ഡ് നിന്നാണല്ലോ കാണിക്കണേ. ഗൈസ്, എന്തായിരിക്കുന്നു മോട്ടോ ഗിയേഴ്സ് ഹൗസ്. കൊള്ളാം, നമ്മളിത് തപ്പിയാണല്ലോ വന്നത്. അപ്പോൾ വണ്ടി ഇവിടെ തന്നെ വെക്കാം അല്ലേ, നമ്മൾ പയ്യന്മാർ വരട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ അകത്ത് ഒരുപാട് ബ്രാൻഡുകളുടെ, കൂടുതലും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ജാക്കറ്റുകളും റൈഡിങ് പാൻറ്റുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫുൾ റൈഡിങ് സൂട്ട് ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ പിള്ളേരെല്ലാം 30,000 രൂപ സാധനങ്ങൾ 3 പേരും കൂടെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോപ്പിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ യൂസ്ഡ് ജാക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഈ ഷോപ്പിൻ്റെ നടത്തിപ്പുകാരൻ പുള്ളി. ഇവിടെ റൈഡിങ് ജാക്കറ്റുകൾ, റൈഡിങ് പാൻറ്റുകൾ, ഒരുപാട് ലെതർ ജാക്കറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഷോപ്പിൻ്റെ ലൊക്കേഷനും ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ, ഇൻസ്റ്റഗ്രാം ലിങ്ക് എല്ലാം വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ റിപ്ലൈ ആയിട്ട് ഇട്ടേക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ സിംടാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു കമ്പനിയുടെ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. കർണാലാണ് ഇവരുടെ ഒരു കമ്പനി ഫാക്ടറിയൊക്കെ വരുന്നത്. ഞാൻ ഇതിന് മുന്നേ റൈഡ് വന്ന സമയത്തൊക്കെ എനിക്ക് ഇവരാണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നിരുന്നത്. ഫുഡും നല്ല റൂമും ബാക്കി വണ്ടിയിൽ എന്തെങ്കിലുമുള്ള ചെറിയ ചെറിയ പണികളൊക്കെ എനിക്ക് ചെയ്ത് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ് അവർ. ഓക്കെ, അതായത് നമ്മളെ ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ബൾബ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹസാർഡ് മൊഡ്യൂൾ, ഇതൊക്കെ സിംടാക്കിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ എക്സ്പൾസിലും ഹിമാലയനിലും മറ്റ് ബൈക്കിലെല്ലാം ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ വിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കാറിൽ മറ്റൊരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സിംടാക്ക് ഓട്ടോമേഷൻ്റെ അവരുടെ ഫാക്ടറിയിലാണ്. ഇത്രയും നേരം ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്ത് ഇപ്പോൾ അവരുടെ കാറിൽ വെച്ച് ഈ കത്തിക്കുന്ന സാധനം കണ്ട
ഇത് അവർ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുറേ പുതിയ പ്രോഡക്ട്സ് ഒക്കെ അവർ കാണിച്ചു തന്ന് പരിചയപ്പെടുത്തി. നമ്മുടെ ബൈക്കിൽ 1-2 സാധനമൊക്കെ വെക്കുകയും ചെയ്തല്ലേ, 1-2 പുതിയ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഓൺ ദി ഗോ എല്ലാത്തിൻ്റെയും ഡെഡിക്കേറ്റഡ് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സിംടാക് ഓട്ടോമേഷൻ്റെ അവരുടെ കൂടെയാണ് കേട്ടോ. അപ്പം നേരെ ഇനി സ്റ്റേയിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. നാളെ നമ്മൾ രാവിലെ എണീറ്റ് നേരെ മണാലിയിലേക്ക് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ലോ ബീം ഓക്കെ. ഇതിപ്പോൾ ഹൈ ബീം വെച്ചിട്ടുണ്ടാവും. സൂപ്പർ പവർഫുൾ സാധനമാണ്. നമ്മുടെ കാറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. അമ്മാതിരി ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റും. അമ്മാതിരി പവർഫുൾ സാധനമാണ് കേട്ടോ ഈ ഒരു കാറിൽ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ബൈക്കിലും സിംഗിൾ ഹെഡ്ലൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബൈക്കിൽ വെക്കാനായിട്ട് ഹിമാലയനിലൊക്കെ ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്.